ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വാർ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറാൻ മേജറായിട്ട് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ തടസ്സപ്പെടുമെന്ന ഒരു പേടിയുണ്ടാവും. ഈ ഒരു പേടിയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനെ കൂട്ടുന്നത്. രണ്ടാമത്തെ മേജർ റീസൺ എന്ന് വെച്ചാൽ IRGC, ഇറാൻ്റെ സൈനിക വിഭാഗം ഒരു റേഡിയോ വാർണിംഗ് മെസ്സേജ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഷിപ്സും ഹോർമൂസ് വാട്ടർവേയിലൂടെ പാസ് ചെയ്യരുത് എന്ന്. ഇറാൻ മാത്രമല്ല, സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE ഇവരെല്ലാം ക്രൂഡ് ഓയിലിൻ്റെ മേജർ പ്രൊഡ്യൂസേഴ്സാണ്. അതുപോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വാട്ടർവേയിലൂടെയാണ് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 20 തൊട്ട് 30% ക്രൂഡ് ഓയിലിൻ്റെ ഗ്ലോബൽ സപ്ലൈ നടക്കുന്നത് ഹോർമൂസ് വാട്ടർവേയിലൂടെയാണ്. ഹോർമൂസ് വാട്ടർവേ ബ്ലോക്ക് ചെയ്താൽ ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ അവിടെ തടസ്സപ്പെടാണ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ക്രൂഡ് ഓയിലിൻ്റെ വില നല്ല രീതിയിൽ മുകളിലോട്ട് പോകും അല്ലേ? അപ്പോൾ നിങ്ങൾ ക്രൂഡ് ഓയിലിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ മൺഡേ ക്രൂഡ് ഓയിൽ നല്ലൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ ഏകദേശം 80 തൊട്ടിട്ട് $100 പെർ ബാരൽ വരെ പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ക്രൂഡ് ഓയിൽ കാണുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു സമാധാന ചർച്ച അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ കയറിയ പോലെ തന്നെ നല്ല രീതിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഒരു ഡിവൈസിൽ ന്യൂസും കാണുക, ഒരു ഡിവൈസിൽ ട്രേഡും ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.